സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ നടക്കുകയാണ്. ചേരുന്നുണ്ടല്ലോ, ഈ വിഷയം ഉൾപ്പെടെ പരിഗണിക്കുന്നുണ്ടോ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജി സുധാകരന്റെ പ്രസംഗവും അതുമൂലം പാർട്ടി പ്രതിരോധത്തിലായ സംഭവങ്ങളും ചർച്ചയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് പാർട്ടിയുടെ നിലപാടെന്ന് 4 മണിക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 4 മണിക്ക് മാധ്യമങ്ങളെ കാണാമെന്ന് അല്പസമയം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പാർട്ടി ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് 4 മണിക്ക് പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ചർച്ചയിൽ ജി സുധാകരൻ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്ന ഒരു നിലപാടാണ് ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന പൊതു അഭിപ്രായമാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട നേതാക്കളോട് ഇത് സംബന്ധിച്ച പ്രതികരണം ആരാഞ്ഞിരുന്നു. ഏതാണ്ട് എല്ലാവരും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ആലപ്പുഴയിൽ നിന്നുള്ള സജി ചെറിയാൻ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ജി സുധാകരൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ജി സുധാകരൻ പറഞ്ഞ കാര്യം തിരുത്തി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന തരത്തിൽ ഒറ്റ വരി പ്രതികരണം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഉണ്ടായത്. ബാക്കി എല്ലാവരോടും നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടട്ടെ, അതിനുശേഷം പ്രതികരണം നൽകാം എന്ന നിലപാടാണ് എടുത്തത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്. 4 മണിക്ക് പാർട്ടി നിലപാട് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്യും. ശരത്ത്, ഇക്കാര്യത്തിൽ നമുക്ക് ഇനി ജി സുധാകരന്റെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. ശരത്തിന് അങ്ങോട്ട് നീങ്ങുകയും ചെയ്യാം. ഒപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം FIR-ലെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യം എന്ന നിലയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കടന്നിരിക്കുന്നത് എന്നതാണ്. ജി സുധാകരൻ ഇന്നലെ പറഞ്ഞത് ഞാൻ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന മറ്റൊരു പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ വന്നത്. പിന്നീട് അദ്ദേഹം വൈകിട്ട് അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചു മാധ്യമങ്ങൾ എന്ന നിലയിലേക്ക് അദ്ദേഹം തിരുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും വെട്ടിലായി എന്ന് സുധാകരൻ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായും വിനീത, അതായത് ഈ പ്രസംഗം നടത്തുന്ന സമയത്ത് ജി സുധാകരൻ പറഞ്ഞിരുന്നത് തനിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താൽ പോലും പ്രശ്നമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് പിറ്റേ ദിവസം വൈകിട്ടോടുകൂടി നടത്തിയ പ്രസംഗത്തിൽ തന്നെ ജി സുധാകരൻ താൻ പറഞ്ഞത് ഒരു ഭാവന അല്ലെങ്കിൽ ഒരു ആളുകൾക്ക് മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു പ്രസംഗം നടത്തിയത്, യാഥാർത്ഥ്യമല്ല, മാത്രമല്ല അതൊരു ഭാവന ചേർന്ന പ്രസംഗമാണ് എന്നുള്ളതാണ്. അതിൽ ആളുകൾക്ക് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തുന്നവർക്ക് അത്തരം സംഭവമുണ്ട് എന്നുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് താൻ ആ പ്രസംഗത്തിൽ ഉദ്ദേശിച്ചത് എന്നുള്ളതായിരുന്നു ജി സുധാകരൻ പിന്നീട് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് 1989 ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കേണ്ടുന്ന സാഹചര്യം എന്തായിരുന്നു? അതായത് സർവീസ് സംഘടനയുടെ പരിപാടിയിലായിരുന്നു ജി സുധാകരൻ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നത്. 89-ൽ സർവീസ് സംഘടനയായ KSDA-യുടെ നേതാവായ KV ദേവദാസ് ആയിരുന്നു മത്സരിച്ചത്. അങ്ങനെ അത് കോട്ട് ചെയ്തുകൊണ്ടാണ്, അതായത് ഈ സർവീസ് സംഘടനയുടെ നേതാവ് മത്സരിച്ച സമയത്ത് ഇത്തരമൊരു കൃത്രിമം നടത്തിയെന്നുള്ളതായിരുന്നു ജി സുധാകരൻ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 89-ലെ തെരഞ്ഞെടുപ്പിനെ സുധാകരൻ ഉദ്ധരിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തത്. പക്ഷേ സംഭവം പിന്നീട് ഇന്നിപ്പോൾ KV ദേവദാസ് അടക്കം പ്രതികരിച്ച സമയത്ത് സുധാകരന്റെ പ്രസംഗം അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. മാത്രമല്ല ആ തെരഞ്ഞെടുപ്പിൽ സുധാകരനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചാർജ് ഉണ്ടായിരുന്നത്, സെക്രട്ടറി ആയിരുന്നു സുധാകരൻ. വലിയ രീതിയിൽ തനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് CPM-ന് ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല വക്കം പുരുഷോത്തമന്റെ വോട്ട് ശതമാനം ഭൂരിപക്ഷം കുറയ്ക്കാൻ ആ തെരഞ്ഞെടുപ്പിലൂടെ സാധിച്ചു. അതിനു മുമ്പ് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും 50,000-ത്തിനടുത്തോളം ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അത്തവണ 25,000-ൽ മാത്രം ആ രീതിയിലേക്ക് ചുരുക്കാൻ സാധിച്ചത് സുധാകരന്റെ ഒരു മിടുക്കായിരുന്നു എന്നുള്ളതാണ് KV ദേവദാസ് പറഞ്ഞത്. അങ്ങനെ സുധാകരൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇത്തരമൊരു കൃത്രിമം ആ ഘട്ടത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് KV ദേവദാസ് പറഞ്ഞത്. അദ്ദേഹം ഈ സുധാകരൻ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലായില്ല, അത്ഭുതപ്പെടുത്തി എന്നുള്ളതായിരുന്നു KV ദേവദാസിന്റെ പ്രതികരണം. അത് തന്നെയാണ് പിന്നീട് സുധാകരനും, അതായത് താൻ ഉദ്ദേശിച്ചത് ഇത്തരത്തിലൊരു കൃത്രിമം നടത്തി എന്നുള്ളതല്ല, ഇത്തരം കൃത്രിമം നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തപാൽ വോട്ട് ചെയ്യുന്നവർക്ക് ഒരു ജാഗ്രത എന്ന നിലയിലാണ് താൻ അക്കാര്യം അവിടെ പറഞ്ഞത്. അതൊരു ഭാവന ചേർത്ത പ്രസംഗമായിരുന്നു എന്നുള്ളതായിരുന്നു പിന്നീട് സുധാകരൻ എന്തായാലും ഒരു വിശദീകരണമായി വന്നത്. പക്ഷേ എന്തായാലും പോലീസ് സുധാകരന്റെ വിശദീകരണമോ തിരുത്തലോ പരിഗണിച്ചില്ല. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായ നടപടികളിലേക്ക് പോലീസ് എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് തന്നെയാണ് ഇതിൽ നിർണായകമായത്. ഇത്ര വർഷം മുൻപ് നടന്ന സംഭവമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ അത് അതീവ ഗൗരവത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. TV പ്രസാദിന്റെ